മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും CMRLനും വരും ദിവസങ്ങളിൽ നെഞ്ചെടുപ്പിൻ്റേതാകുമെന്ന് വ്യക്തം. ഏതായാലും എക്സാലോജിക്കും വീണ വിജയനും ഒക്കെ വീണ്ടും സജീവമായി ചർച്ചകളിൽ ഇടം പിടിച്ചിരിക്കുക തന്നെയാണ്. പിണറായി വിജയന്റെ വീട്ടിലെ ED റെയ്ഡിന് പിന്നാലെ നിരവധി ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് നേരെയും മകൾ വീണ വിജയന് നേരെയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് നേരെയും CPM എന്ന പാർട്ടിക്ക് നേരെയും ഉയർന്നു വരുന്നത്. മുൻ മുഖ്യമന്ത്രിയും മകളും ഈ വിഷയത്തിൽ പറയുന്നത് എന്താണെന്ന ചോദ്യം പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. ഇതിനിടയിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി നിരന്തരമായി ഈ വിഷയത്തിൽ പിണറായി വിജയനെയും മകളെയും ന്യായീകരിക്കുന്നത് എന്തിന് എന്ന ചോദ്യവുമുണ്ട്. ഏതായാലും തെളിവുകൾ മുദ്രവച്ച കവറിൽ കൈമാറുന്നതോടെ EDക്കും CMRLനും നിർണായകമായിരിക്കും വരും ദിവസങ്ങൾ. ഡിവിഷൻ ബെഞ്ച് കേസ് പരിഗണിക്കുമ്പോൾ ഇനി എന്ത് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. തെളിവുകൾ മുദ്രവെച്ച കവറിൽ കൈമാറും. EDക്കും CMRLനും നിർണായക ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. കേസ് പരിഗണിക്കുന്നത് ഡിവിഷൻ ബെഞ്ച്. മാസപ്പടി കേസിൽ CMRLനും EDക്കും നിർണായക ദിനങ്ങളാണ്. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന CMRLന്റെ ഹർജി കോടതി പരിഗണിക്കും. അതേസമയം ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതടക്കം കോടതിയെ അറിയിക്കാൻ ഒരുങ്ങുകയാണ് ED. മുദ്രവെച്ച കവറിൽ വിവരങ്ങൾ ED കോടതിയെ അറിയിക്കും. മാസപ്പടി കേസിൽ കോടതിയിൽ പോരാടാൻ ഉറച്ച EDയും CMRLനും ഹർജി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും. മുദ്രവെച്ച കവറിൽ റെയ്ഡ് വിവരങ്ങൾ ED കോടതിയെ അറിയിക്കും. പരിശോധനയ്ക്കിടെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതും കോടതിയെ ബോധ്യപ്പെടുത്തും. മുതിർന്ന അഭിഭാഷകരെ ഇറക്കി അനുകൂല ഉത്തരവ് നേടാനാണ് CMRLന്റെ ശ്രമം. അഞ്ചാമതായി കേസ് ഹൈക്കോടതിക്ക് മുന്നിലെത്തും. ജസ്റ്റിസ് രാജ വിജയരാഘവന്റെ ബെഞ്ചാണ് പരിഗണിക്കുക. തെളിവുകളൊന്നുമില്ലാതെ ED കേസിൽ മുന്നോട്ട് പോവുകയാണെന്നായിരുന്നു CMRLന്റെ പ്രധാന വാദം. എന്നാൽ ശക്തമായ തെളിവുണ്ടെന്നും വീണയടക്കമുള്ളവർ കേസിൽ എങ്ങനെയാണ് ഇടപെട്ടതെന്നും ED വാദിക്കും. റെയ്ഡടക്കം ED ശക്തമായി ചൂണ്ടിക്കാട്ടും. അഡീഷണൽ സോളിസിറ്റർ ജനറലായിരിക്കും EDക്ക് വേണ്ടി ഹാജരാവുക. ഡയറക്ടറേറ്റുമായി തീരുമാനിച്ചാണ് കേസിന്റെ മുന്നോട്ട് പോക്ക് ED തീരുമാനിച്ചത്. റെയ്ഡിനിടെയുണ്ടായ അനിഷ്ട സംഭവവും കോടതിയെ ധരിപ്പിക്കും. CPM എന്ന പാർട്ടിയുടെ വാക്കും കേട്ടിറങ്ങിയ CPMന്റെ സഖാക്കന്മാർക്ക് 8ന്റെ പണി കിട്ടിയിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രിയുടെ മകൾക്കായി തെരുവിലിറങ്ങി പ്രതിഷേധിച്ച് ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നതിൽ വരെ കാര്യങ്ങളെത്തി ഇപ്പോൾ പിടിവീണിരിക്കുന്നു. ഏതായാലും കുറ്റപത്രം നടപടികൾ വേഗത്തിലാക്കി ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അതിശക്തമായ നടപടികളുമായി അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ CPM വീണ്ടും വെട്ടിലായിരിക്കുകയാണ്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് പ്രതികളെ പൂട്ടാൻ പോലീസ് കുറ്റപത്രം വേഗത്തിലാക്കും. ഇതുവരെ പിടിയിലായത് 25 പേർ. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ കുറ്റപത്രം വേഗത്തിലാക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്ത കൂടുതൽ പേർ അറസ്റ്റിലായേക്കും. കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് ജാമ്യം തടയുകയായിരിക്കും പോലീസിന്റെ നീക്കം. ഇതുവരെ പിടിയിലായത് 25 പേരാണ്. ആദ്യ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. നിതിൻ രാജ്, മനോജ്, ജീവൻ, ശ്രീജിത്ത്, ഷാഹിൻ തുടങ്ങിയ പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത്. ED ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആക്രമണവുമായി ബന്ധപ്പെട്ട കേസ് ഗൗരവമുള്ളതെന്നും കോടതി നിരീക്ഷിച്ചു. തിരുവനന്തപുരം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് സുപ്രധാന നിരീക്ഷണം നടത്തിയത്. പ്രതികൾക്കെതിരെ വധശ്രമം, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ കൂടാതെ PDPP വകുപ്പുകളടക്കം ചുമത്തിയിട്ടുമുണ്ട്. കേസന്വേഷണം പ്രാഥമിക ഘട്ടത്തിലായതിനാൽ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ പ്രതികൾക്കെതിരെ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ നിലനിൽക്കില്ല എന്ന പ്രതിഭാഗവും കോടതിയിൽ ഉന്നയിച്ചു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകൾ വീണ വിജയനെയും കുടുംബത്തിനെ ന്യായീകരിച്ച് കയ്യിലിടുന്നതും കടിച്ചു പിടിച്ചതും പോയ അവസ്ഥയിലാണ് CPM എന്നാണ് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള മുറുമുറുപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടി ഇപ്പോൾ വീണ്ടും പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയത്, അതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ മകൾക്കായി CPM തെരുവിലിറങ്ങിയത്, അങ്ങനെ പല വിഷയങ്ങളിലും CPMനുള്ളിൽ നിന്ന് തന്നെ നേതാക്കന്മാർ ആഞ്ഞടിക്കുകയാണ്. പിണറായി വിജയനെതിരെ ED വന്നാൽ തടയും, മകൾക്കെതിരെ വന്നാൽ പാർട്ടിക്കാരെ വിളിക്കരുത്. CPMൽ വിമർശനം. പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയനെതിരെ ED അന്വേഷണം ഉണ്ടായാൽ അത് തടയാൻ CPM പാർട്ടിക്കാർ ഉണ്ടാകുമെന്നും എന്നാൽ മകൾക്കെതിരെ അന്വേഷണം വന്നാൽ പാർട്ടിക്കാരെ വിളിക്കരുതെന്നും CPM കൊല്ലം ഏരിയ കമ്മിറ്റി യോഗത്തിൽ വിമർശനം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് മുഖ്യ ഉത്തരവാദി പിണറായി വിജയനാണ്. തോറ്റു തൊപ്പിയിട്ടിട്ടും പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാൻ വോട്ടെടുപ്പ് നടത്തിയ ഈ പാർട്ടിയിലേക്ക് ഇനി ആര് കടന്നുവരുമെന്നും അംഗങ്ങൾ ചോദിച്ചു. പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പിണറായി അടിയന്തരമായി പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കണം. സംസ്ഥാന സെന്ററും വൻ പരാജയമായി, അതും അഴിച്ചു പണിയണം. TV കമ്പനിയുടെ പരസ്യം പോലെ പിണറായിയുടെ പടം മാത്രം വെച്ച് നാട്ടിൽ മുഴുവൻ ബോർഡ് വെച്ചത് ജനങ്ങളെ വെറുപ്പിച്ചു. കാലഹരണപ്പെട്ട പ്രചാരണ തന്ത്രം ഉപദേശിച്ചു കൊടുത്ത PR കമ്പനിയെക്കുറിച്ച് അന്വേഷണം വേണം. MV ഗോവിന്ദൻ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ലായിരുന്നു. അതോടെ സഖാക്കൾക്ക് ഈ പാർട്ടിയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനങ്ങൾ പാർട്ടിക്കാർ പോലും കാണാതായി. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേതൃത്വം പരാജയപ്പെട്ടുവെന്നും അംഗങ്ങൾ വിമർശിച്ചു.